सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्। പ്രതിബദ്ധനാ ദൈവപ്രവാചകൻ ദൈവപ്രവാചകൻ മാർയോസേബിയോസ് പ്രതിബദ്ധനാ ദൈവപ്രവാചകൻ ദൈവപ്രവാചകൻ ഇരുന്നുരുകി നശിച്ചിടാതെരിഞ്ഞരഞ്ഞു തീരണം ചടുതിയിൽ നീങ്ങണം ലക്ഷ്യം നിത്യം കാണണം ഇരുന്നുരുകി നശിച്ചിടാതെരിഞ്ഞരഞ്ഞു തീരണം ചടുതിയിൽ നീങ്ങണം ലക്ഷ്യം നിത്യം കാണണം തകർന്ന മനസ്സുകൾ പൊലിയും നാളങ്ങൾ തകർന്ന മനസ്സുകൾ പൊലിയും നാളങ്ങൾ നന്മയാൽ വളർത്തണം നാം നന്മയായി തീരണം നന്മയാൽ വളർത്തണം നാം നന്മയായി തീരണം മാർയോസേബിയോസ് പ്രതിബദ്ധനാ ദൈവപ്രവാചകൻ ദൈവപ്രവാചകൻ മാർയോസേബിയോസ് പ്രതിബദ്ധനാ ദൈവപ്രവാചകൻ ദൈവപ്രവാചകൻ. റെയിൽവേ ട്രാക്കുകളുടെ സമരേഖകളിൽ നിന്നും സാമൂഹിക പ്രതിബദ്ധതയുടെ സമവീക്ഷണങ്ങളിലേക്ക് പടർന്നുകയറിയ ഒരാത്മാവ് ഇവിടെ വിശ്രമിക്കുന്നു.
വാക്കുകളിൽ അഗ്നി വിതറിയ, ആത്മാവിൽ തീപിടിച്ച ഒരാൾ. കാലത്തിനൊപ്പം നടക്കാൻ കൂട്ടാക്കാതെ എന്തിനോടും ഏതിനോടും പ്രതികരിച്ച കർമ്മധീരൻ. ബാല്യത്തിന്റെ കുസൃതിയിലും ചാബല്യങ്ങളിലും ദീർഘവീക്ഷണ പടുത തെളിയിച്ച ബാലൻ. അതിങ്ങനെയാണ്. പ്രതിബന്ധങ്ങൾ വളർച്ചയ്ക്കുള്ള ഉപാധികളാണെന്ന് തിരിച്ചറിഞ്ഞ ബാല്യം. നോക്കി നിൽക്കാതെ അവസരങ്ങൾ ഉപയോഗിക്കുകയും തന്റെ വഴി താൻ തന്നെ തുറക്കണമെന്നും ശഠിക്കുന്നൊരു ബാലൻ. വലിയ മുക്കുവന്റെ ശിഷ്യന്മാർ എല്ലാവരും മീൻപിടുത്തക്കാരായിരുന്നു. അത് മനുഷ്യനെ സ്നേഹത്തിന്റെ ആത്മാവിൽ കൂട്ടിച്ചേർക്കുന്നതിന്റെ മുന്നോടിയായിരുന്നു. കൊച്ചുബേബിയും ബാല്യത്തിന്റെ കൗതുകങ്ങളിൽ ആകൃഷ്ടനായിരുന്നു. കൊച്ചുബേബിയുടെ ആത്മാവിലെ എരിവ് വളരെ ചെറുപ്പത്തിലെ തിരിച്ചറിഞ്ഞവർ പറഞ്ഞു, അവന്റെ വഴികളെ തളയ്ക്കരുത്, അവൻ ഒരു മെത്രാപ്പോലീത്തയാകും. ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ കാണിക്കുന്നു. ആകാശത്തിന്റെ ഉടയവനെ ആത്മാവിൽ ധ്യാനിക്കുവാൻ ചില വഴികൾ അവനുണ്ടായിരുന്നു. കേരളത്തിലെ നസ്രാണി ഗ്രാമങ്ങളിൽ പ്രശസ്തമായ കോഴഞ്ചേരി പമ്പാ നദിയുടെ പുളിനങ്ങളിൽ ആഢ്യതത്തോടെ ആത്മീയ തലയെടുപ്പോടെ നിൽക്കുന്നു. ഹൈന്ദവ ക്രൈസ്തവ ആധ്യാത്മിക കേന്ദ്രങ്ങളാൽ സമ്പന്നമായ കോഴഞ്ചേരി കോഴഞ്ചേരിയുടെ മണ്ണിൽ നിന്നും ലൗകിക സുഖം ത്യജിച്ച് പരമാത്മ ചൈതന്യം തേടിപ്പോയവരിൽ പ്രധാനിയാണ് മാർ യൗസേബിയോസ്. കോഴഞ്ചേരിയുടെ സമീപമായി സ്ഥിതി ചെയ്യുന്ന നിർമ്മല ഗ്രാമമാണ് നാരങ്ങാനം. കാർഷിക വൃത്തിയെ ആശ്രയിച്ച് മണ്ണിനോടുള്ള ബന്ധത്തെ അരക്കിട്ടുറപ്പിച്ചവരാണ് ഇവിടുത്തെ പൂർവികർ. ഗ്രാമസൗന്ദര്യം ആവോളം നിറച്ചാർ തണിയിക്കുന്ന വയലേലകളും മലനിരകളും പാറക്കൂട്ടങ്ങളും നാരങ്ങാനത്തിന്റെ സ്വന്തമാണ്. ഇവിടെ പേരങ്ങാട്ട് പുത്തൻപറമ്പിൽ ഗീവർഗീസ് തോമസിന്റെയും സാറാമ തോമസിന്റെയും 6 മക്കളിൽ 4-മനായി കൊച്ചുബേബി ജനിച്ചു. ഗീവർഗീസ് എന്നായിരുന്നു സ്നാനപ്പേര്. തിരുമേനിയുടെ ഇളയ സഹോദരൻ PT തോമസ് ജ്യേഷ്ഠനെ സ്മരിക്കുന്നു. പഠനകാലത്തൊക്കെ തിരുമേനിയായിരുന്നു ഏറ്റവും കൂടുതൽ വീട്ടുകാര്യങ്ങളിലൊക്കെ ശ്രദ്ധയിലെത്തിയിരുന്നത്. ഞങ്ങൾക്കന്ന് പശുക്കളും എരുമയൊക്കെ കാണും. സ്കൂളിൽ പോയി ജോലി വന്നിട്ട് എരുമ അഴിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ 7 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം അതിൻ്റെ ഓർമ്മയുടെ പരിമിതികളുമുണ്ട്. പക്ഷേ ഞാൻ കാണുമ്പോഴൊക്കെ തിരുമേനിയായിരുന്നു കൂടുതലായിട്ടും വീട്ടുകാര്യങ്ങളിലൊക്കെ കൃഷി കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയിലെത്തിക്കൊണ്ടിരുന്നത്. തിരുമേനിയും ഞാനുമായിട്ടൊരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. ആത്മീയ ജീവിതത്തിന് അടിത്തറ പാകിയത് നാരങ്ങാനം സെയിന്റ് ഓസിയോസ് ദേവാലയമായിരുന്നു. നാരങ്ങാനം MD LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. കോഴഞ്ചേരി സെയിന്റ് തോമസ് ഹൈസ്കൂളിൽ നിന്നും ESLC. ഉപരിപഠനത്തിന് ആലുവ UC കോളേജിലേക്ക്. വഴികാട്ടിയാകുന്നത് പുത്തൻകാവിൽ തിരുമേനി എന്ന് വിളിക്കുന്ന
മോർ പീലക്സിനോസ്. ഫിലിപ്പോസ് തോമസിന്റെ നേതൃത്വ പാടവത്തെ വളർത്തുന്നതിൽ UC കോളേജ് മുഖ്യ പങ്ക് വഹിച്ചു. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വവും പഠന മികവും നല്ലൊരു വോളിബോൾ കളിക്കാരനും ഗുരുക്കന്മാരുടെ പ്രിയ ശിഷ്യനും. ഭൗതികമായ അറിവും ആത്മീയ ജ്ഞാനവും ഭക്ഷണമാക്കി ഫിലിപ്പോസ് അലഞ്ഞു. യൗവനത്തിന്റെ വഴികളെ ഈശ്വരോപാസനയിലേക്ക്. ഒപ്പം പഠിച്ച മാർത്തോമ സഭയുടെ അമരക്കാരൻ മോസ്റ്റ് റവറൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത സതീർത്ഥ്യനെ സ്മരിക്കുന്നു. എന്നുള്ളത് ഒരു സൗഭാഗ്യമായി ഞാൻ കരുതുന്നു. മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ പ്രായത്തിൽ ഒരാഴ്ചത്തെ വ്യത്യാസമേ ഉള്ളൂ. അദ്ദേഹം ജൂൺ 15-ാം തീയതി, ഞാൻ ജൂൺ 27-ാം തീയതി ജനിച്ചു. ഒരേ സ്കൂളിൽ പഠിച്ചു. ആലുവ കോളേജിൽ ഒരേ കലാലയത്തിൽ പഠിച്ചു. ബിരുദങ്ങൾ നേടിയതിനു ശേഷം വേദശാസ്ത്ര പഠനത്തിനായിട്ട് വ്യത്യസ്ത കോളേജുകളിൽ പോയി എന്ന് വരികിലും ഉറ്റ ബന്ധം, സഹിത്വം പുലർത്തിയിരുന്നു. തടാകമാത്രവുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യഗ്രത എപ്പോഴും എന്നെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാകുന്നു സഭയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അദ്ദേഹം കണ്ടിരുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനം അദ്ദേഹത്തിന് ഹരമായിരുന്നു എന്നുള്ളതും ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കും. താൻ ഉൾപ്പെട്ടതായുള്ള സഭയുടെ വിശ്വാസത്തോടും ഉള്ള സ്ഥിരതയും അർപ്പണവും എപ്പോഴും അനുകരണീയമാണ്. രോഗാവസ്ഥയിലും അദ്ദേഹം ജാഗ്രതയോടുകൂടി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ അദ്ദേഹത്തെ എന്നും സ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണ അനേക യുവജനങ്ങൾക്ക് സഭയിലും സമൂഹത്തിലും പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും. ഫിലോസഫി പഠിക്കുവാനുള്ള ആഗ്രഹത്തിന് പിതാവിന്റെ മറുപടി: ഫിലോസഫി പഠിച്ചിട്ട് നീ ഹിമാലയത്തിൽ പോകുമോ? വൈദിക വൃത്തിയിലേക്ക് മൂത്ത മകന് സമർപ്പിച്ചിരുന്ന പിതാവ് ഫിലിപ്പോസിൽ കണ്ടത് ഗ്രഹസ്ഥനെയാണ്. സ്വന്തം കാലിൽ നിൽക്കണമെന്ന ഉത്കട വാഞ്ച ചെറുപ്പം മുതൽ പ്രകടിപ്പിച്ചിരുന്ന ഫിലിപ്പോസിന് റെയിൽവേയിൽ ലഭിച്ച ജോലി ഉപകാരമായി. അങ്ങനെ പശ്ചിമഘട്ടത്തിന്റെ സൗന്ദര്യവും കരിമ്പനങ്ങളുടെ തലയെടുപ്പും നൂറുമേനി വിളയുന്ന നെൽപ്പാടങ്ങളും നിറഞ്ഞ പാലക്കാട്ടേക്ക്. കൊമേഴ്സ്യൽ ക്ലർക്കായി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ജോലിയുടെ തിരക്കുകളിൽ ജീവിതം കുടുങ്ങിപ്പോകുവാൻ ഫിലിപ്പോസ് സമ്മതിച്ചില്ല. തന്റെ വഴി ഇതല്ല എന്ന് ഓരോ കത്തിലും പിതാവിനോട് ആവർത്തിച്ചു. ഉപരിപഠനം നിഷേധിച്ചതിലുള്ള നിരാശ ഒരു വശത്തും, കുടുംബത്തിനോടുള്ള കടപ്പാടിനാൽ താൽപ്പര്യമില്ലാത്ത ജോലി തുടരേണ്ടി വരുന്നതിലുള്ള മാനസിക സമ്മർദ്ദം മറുവശത്തും. റെയിൽവേ ട്രാക്കുകളുടെ സമരേഖയിൽ നിൽക്കുമ്പോൾ ജീവിതത്തിന്റെ ട്രാക്കുകൾ തെറ്റാതെ സൂക്ഷിക്കുവാനുള്ള ആർജവത്വം ഫിലിപ്പോസിനുണ്ടായിരുന്നു. സഹപ്രവർത്തകരുടെ ഒരുമിക്കലുകളിൽ പുറംതിരിയുന്ന ഫിലിപ്പോസിന് കണക്കിന് പരിഹാസം ലഭിച്ചിരുന്നു. നിർബന്ധിച്ച് മദ്യസേവയ്ക്ക് ക്ഷണിച്ചപ്പോൾ ദൈവം ക്ഷമിക്കട്ടെ എന്ന ഒറ്റവാക്കിൽ തന്റെ മറുപടി ഒതുക്കി. വിളിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലൂടെയും കൂടുതൽ ബോധ്യപ്പെട്ടു. തന്റെ മാതൃകാ പുരുഷന്മാരിൽ ഒരാളായിരുന്ന പത്രോസ് മാർ ഒസ്താത്തിയോസ് കാലം ചെയ്തപ്പോൾ കബറടക്കത്തിന്റെ ആദിയോടന്തം
ഫിലിപ്പോസ് ഉണ്ടായിരുന്നു. തന്റെ വഴികളെക്കുറിച്ചുള്ള ഉൾബോധ്യം ശക്തിപ്പെട്ടത് ആ കബറടക്ക വേളയിലായിരുന്നു. മനസ്സിന്റെ കോണുകളിൽ വിതുമ്പിയ ദുഃഖം ഒരു വെല്ലുവിളിയായി രൂപാന്തരപ്പെട്ടു. മാർ ഒസ്താത്തിയോസ് അവശേഷിപ്പിച്ച മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക ചെറുതായെങ്കിലും ഏറ്റെടുക്കുക. ആളൊഴിഞ്ഞ കബറിന്റെ മുമ്പിൽ ഫിലിപ്പോസ് നിന്നു. അങ്ങനെ ഒരു ട്രെയിനിന്റെ വേഗതയെ വെല്ലുന്ന തീരുമാനത്തിലേക്ക്. റെയിൽവേ ജോലിക്ക് ഇനി റെഡ് സിഗ്നൽ. സമ്പത്തും സുരക്ഷിതത്വവും നിഷേധിച്ച ഒരാത്മാവ് പുതിയ ജീവനം തേടി യാത്ര. ഉരുകും വേനലിൽ കുളിർമഴയായി, തളരും മനസ്സുകളിൽ തളിർമഴയായി. ഉരുകും വേനലിൽ കുളിർമഴയായി, തളരും മനസ്സുകളിൽ തളിർമഴയായി. കരുണ തൂകിടും കനിവിൻ നാഥന്റെ അലിവിൻ നാദമായി, കനിവിൻ നാളമായി. കരുണ തൂകിടും കനിവിൻ നാഥന്റെ അലിവിൻ നാദമായി, കനിവിൻ നാളമായി. മാർയോസേബിയോസ് പ്രതിബദ്ധന ദൈവപ്രവാചകൻ, ദൈവപ്രവാചകൻ. മാർയോസേബിയോസ് പ്രതിബദ്ധന ദൈവപ്രവാചകൻ, ദൈവപ്രവാചകൻ. വെളിച്ചത്തിന്റെ ശീലുകൾ കണ്ടിറങ്ങിയ ഒരു ബോധിയായി സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് ഗുരുവിനെ തേടിയുള്ള യാത്ര. പൗരസ്ത്യ ആത്മീയതയിൽ ആകൃഷ്ടനായി കോയമ്പത്തൂർ തടാകം ആശ്രമം സ്ഥാപിച്ച ആംഗലേയ ബിഷപ്പ് ഡോക്ടർ പെക്കൻഹാം വാൽഷിന്റെ സവിധത്തിലേക്ക് ഫിലിപ്പോസിന്റെ ക്ഷുഭിത യൗവനത്തെ തൊട്ടറിഞ്ഞ ബിഷപ്പ് വാൽഷും പത്നി ക്ലാരയും ഫിലിപ്പോസിന് മാർഗദർശികളായി. ആരറിഞ്ഞു കാൽ ചവിട്ടിയ മണ്ണിന്റെ ശ്രേഷ്ഠാധികാരി താനാകുമെന്ന്? ഇനി ആഗ്രഹപൂർത്തി. ദൈവശാസ്ത്ര വിദ്യാർത്ഥിയാകാൻ ഒരു നീണ്ട യാത്ര, ഒരുപക്ഷെ ഒരു ഭാരത പര്യടനം. തെരഞ്ഞെടുത്തത് കൽക്കട്ട ബിഷപ്സ് കോളേജ്. ഉയർന്ന മാർക്കോടെ BD പഠനം തന്റെ 35-ാം വയസ്സിൽ പൂർത്തീകരിച്ചു. 1972 വൈദിക വൃത്തിയുടെ ആദ്യപടിയായ യൗപ്പത് യോക്കനോ പട്ടം പരുമല പള്ളിയിൽ വച്ച് തുമ്പമൺ